രാജ്യവ്യാപകമായി തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത സംയുക്ത പണിമുടക്ക് മധ്യകേരളത്തിൽ പൂർണ്ണം. ജില്ലാ ആസ്ഥാനങ്ങളിലും വിവിധ നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലും തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലികളും യോഗങ്ങളും നടന്നു. എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ബസ്സുകളും ചരക്കുവാഹനങ്ങളും ഓട്ടോ, ടാക്സി തുടങ്ങിയവയും സർവീസ് നടത്തിയില്ല. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. ജില്ലാ ആസ്ഥാനങ്ങളിലും നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടന്നു. അതേസമയം ആശുപത്രി, വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾക്കും പാൽ പത്ര വിതരണത്തിനും തടസ്സമുണ്ടായില്ല. ഏതാനും സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. കൊച്ചി മെട്രോ സർവീസുകൾ നടത്തിയത് അത്യാവശ്യ യാത്രക്കാർക്ക് സഹായകമായി. കോട്ടയത്ത് KSRTC 3 സർവീസുകൾ നടത്തിയെങ്കിലും ആളില്ലാത്തതിനെ തുടർന്ന് 2 എണ്ണം തിരികെ വിളിച്ചു. തെങ്കാശിക്ക് പോയ ബസ് അടൂരിൽ സമരക്കാർ തടഞ്ഞതിനെ തുടർന്ന് സർവീസ് നിർത്തി. പത്തരയോടെ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ കോട്ടയം നഗരത്തിൽ പ്രകടനം നടത്തി. കൊച്ചിയിൽ നടന്ന പ്രതിഷേധ യോഗങ്ങൾ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്, CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു. സംഘടിത തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ മാത്രമല്ല, അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളും മണ്ണി പണിയെടുക്കുന്ന കൃഷിക്കാരനും ഇവിടെ തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരനും വിദ്യാർത്ഥികളുമെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ ഈ രൂപത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതിൻ്റെ കാരണം രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നയമാണ് എന്ന തിരിച്ചറിവിലേക്ക് കൂടുതൽ ശക്തിയായി വരുന്നു. തൃശൂർ നഗരത്തിൽ നടന്ന പ്രതിഷേധ ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി തൊടുപുഴയിൽ നടന്ന പ്രതിഷേധ യോഗം PR സോമൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധ യോഗങ്ങൾ CITU CPIM നേതാക്കൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ സർക്കാർ സ്ഥാപനങ്ങളായ BSNL, പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയവയ്ക്ക് മുന്നിലും തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നു. കൈരളി ന്യൂസ്, കൊച്ചി.